എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പം ഇന്ന് നേരെ കോളേജ് വിട്ടിട്ട് പോകുന്നത് ബ്രോഡ്വേയിലേക്കാട്ടോ. ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നു, നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം വിചാരിച്ച് ബ്രോഡ്വേയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന്. ഓഫീസിൽ ഇറങ്ങുമ്പോൾ തന്നെ 4:30 കഴിഞ്ഞായിരുന്നു. പിന്നെ ബസ്സും പിടിച്ച് പോകുമ്പോഴത്തേക്ക് പിന്നെയും കുറച്ചും കൂടെ ലേറ്റായി, കാരണം നല്ല ബ്ലോക്കായിരുന്നു. അവിടെ ഇവിടെ നിർത്തിയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്കായി. അങ്ങനെ ഇതാ ബ്രോഡ്വേയിലെത്തി കേട്ടോ. ബ്രോഡ്വേ പിന്നെ എപ്പോഴും വരുന്ന സ്ഥലമായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മൾ ഫാബ് ഹോമിലേക്കാണ്. ഫാബ് ഹോം ഞാൻ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാബ് ഹോമിൽ പോയത്, അവിടെ ഒരുപാട് നല്ല നമ്മൾ ഹോം ടെക് കളക്ഷൻസ് ഉണ്ട്. ലൈക്ക് ബെഡ്ഷീറ്റ്സ്, ടേബിൾ ക്ലോത്ത്, അങ്ങനെ എന്താ പില്ലോസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം വിചാരിച്ചു ഒരു ബെഡ്ഷീറ്റ് വാങ്ങാനായിട്ടോ പോകുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള കുറേ നല്ല ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വിചാരിച്ചു അവർക്ക് സൂട്ടാവുന്ന അല്ലെങ്കിൽ അവരെ ഇതിന് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു ബെഡ്ഷീറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണേ. അങ്ങനെ നോക്കി ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാബ് ഹോം. കേർട്ടൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടവൽസ് ആയിക്കോട്ടെ, ഇതുപോലത്തെ കുഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുള്ള നല്ല നല്ല മോഡൽസ് ഉണ്ട്. ഈ ക്രിസ്മസ് ഈവ് ആകുമ്പോഴേ ഈ ഫാബ് ഹോമിന് ഫുള്ളും റെഡിഷ്, അതായത് ഒരു ക്രിസ്മസ് ഈവിൻ്റെ ഭംഗിയാണ്. അതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റഡ് ആവും. ഒരു വീട്ടിൽ നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഈ ഫാബ് ഹോമിൽ കിട്ടും. നല്ല ക്വാളിറ്റിയാണ്, അത് വേറൊരു കാര്യം. കാരണം അവിടുത്തെ ഷീറ്റ്സൊക്കെ പ്യുവർ കോട്ടൻ്റെ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് എല്ലാം കുറേ നാൾ നിൽക്കും, ഒരു ഫെയ്ഡോ ഒന്നും ആവില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫാബ് ഹോമിൽ നിന്ന് ഫുൾ പാക്കൊക്കെ ചെയ്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വാങ്ങിയിട്ട്. ഇനി പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്, അതായത് എൻ്റെ കമ്മൽ കടയിലേക്ക്. ഇവിടെ ഇങ്ങനെ കുറേ കമ്മൽസ് ഉള്ള ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എപ്പോഴും പോകുമ്പോൾ എന്നെ വല്ലാണ്ട് ഒരു കമ്മലെങ്കിലും വാങ്ങിയിട്ട് പോയിക്കൂടെ നിനക്ക് എന്ന് പറഞ്ഞിട്ട് അതെന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ ഒന്നെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പോയിട്ട് ജസ്റ്റ് നോക്കും ഏതെങ്കിലും പുതിയത് വന്നോ, എൻ്റെ കയ്യിലുള്ളത് ഏതെങ്കിലും ഇല്ലാത്തത് ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. ആക്ച്വലി 2-3 എനിക്ക് പുതിയതായിട്ട് വന്നത് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ എപ്പോഴുള്ള കമ്മലാണ്. കുറേ ഞാൻ വാങ്ങി വെച്ചിട്ട് ഓരോ ഡ്രസ്സിനും ഓരോ രീതിയിലായിട്ട് അങ്ങനെ വാങ്ങി വെക്കുന്നത് കേട്ടോ. പിന്നെ കാണുമ്പോഴൊക്കെ 40 രൂപയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 20 രൂപ, കൂടിപ്പോയ ഒരു 100 രൂപേൻ്റെ കമ്മൽ വരെ ഇവരുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ അങ്ങ് വാങ്ങാം. പിന്നെ കുറേ നാളത്തെ യൂസിനൊന്നും വേണ്ടിയിട്ടില്ല, കുറച്ച് നാളൊന്ന് സ്റ്റൈലിഷ് ആയിട്ട് നടക്കണം, അത്രയല്ലേ വേണ്ടു. അപ്പം കുറേ കമ്മലുണ്ടായിരുന്നു കേട്ടോ. ഏതെടുക്കണം നല്ല കൺഫ്യൂഷനായിരുന്നു. കുറച്ചൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ പഴയതായിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കി ഇതാ ഈ ഒരു ഫാഷൻ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്, എപ്പം വന്നതെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു കമ്മൽ, ഈ ഒരു കളർ എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വാങ്ങണോ വേണ്ടിയെന്നുള്ള 2 കൺഫ്യൂഷൻ. ആദ്യം ഒരു കമ്മൽ നോക്കിയായിരുന്നു, അതും വാങ്ങണോ വേണ്ടിയെന്നുള്ള കൺഫ്യൂഷനായി. പിന്നെ കുറേ ഇതുപോലത്തെ എന്താ പറയുക ഒറ്റ കളറുള്ള സെയിം കളേഴ്സുള്ള കുറേ കമ്മലുണ്ടായിരുന്നു, അതും നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇല്ലാത്തതിൻ്റെ ഓരോ കമ്മലെടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എത്ര പൈസ പോകും ഒറ്റയടിക്ക്. അതുകൊണ്ട് ഈ ഒറ്റൊരു കമ്മലെടുത്തിട്ട് നേരെ ബ്രോഡ്വേയിൽ നിന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കേട്ടോ. കുറച്ചൊരു 1/4 മണിക്കൂർ നിൽക്കേണ്ട വന്ന്, കാരണം വൈകുന്നേരം ആയതുകൊണ്ട് എന്താ അറിയില്ല ഒരു ബസ്സും ഉണ്ടായിരുന്നില്ല. വൈറ്റില ബസ് ഒന്നുപോലും വരുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ചോറ്റാനിക്കര ബസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേഗം കയറി മുന്നിൽ തന്നെ ഇരുന്നുകൊണ്ട് സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു, വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചോറ്റാനിക്കര ബസ് നേരെ വൈറ്റില ഹബ്ബിലേക്ക് പോവുകയാണ്. അപ്പോൾ ജംഗ്ഷനിലെത്തുമ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു. ഒരു 6 മണി ആവാനായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ 4:30 കഴിഞ്ഞിട്ട് വീട്ടിൽ 5 മണിക്കൊക്കെ എത്തുന്നതാണ്. പക്ഷേ ഇന്ന് ബ്രോഡ്വേയിലൊക്കെ പോയി ബ്ലോക്കുമായി തിരക്കുമായി എല്ലാം കൂടെ ആയിട്ട് ഇതാ ഇവിടെ ഹബ്ബിലെത്താനായി. ഹബ്ബിലെത്തുമ്പോഴത്തേക്ക് ഈ ബസ്സിന് ഭയങ്കര സ്പീഡാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അത്ര സ്പീഡിലാണ് ഈ ബസ്സൊക്കെ പോവാറ്. പ്രത്യേകിച്ച് ചോറ്റാനിക്കര ബസ്സായാലും നമ്മളെ തൃപ്പൂണിത്തറ ബസ്സായാലും എല്ലാം. അപ്പോൾ കൊണ്ട് നോക്കുമ്പോൾ അഗിയേട്ടൻ വന്നിട്ട് കാത്തിക്കുന്നുണ്ടായിരുന്നു. അഗിയേട്ടന് ഇന്ന് ഉച്ചവരെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ രണ്ടാളും നേരെ നടന്നിട്ട് കോസ്മോസ് റോഡ് വഴി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു, നാളത്തേക്ക് വെക്കാനായിട്ടൊന്നുമില്ല. അപ്പം മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡൗട്ടാണ്, കാരണം ഈ കട എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. ആ ചേട്ടൻ്റെ അടുത്ത് മീൻ കിട്ടുമ്പോൾ ആ ചേട്ടൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല, അങ്ങനെയാണേ. അപ്പം ഇന്ന് പോയപ്പം വലിയ മീനൊന്നുമില്ല. പക്ഷെ നമ്മൾ ചാള മത്തിയെല്ലാം വന്നിട്ടുണ്ട്, നല്ല നെയ്യ് മത്തിയൊക്കെ വന്നിട്ടുണ്ട്. 300 രൂപ കിലോന്. അയിലക്ക് 300 ചില്ലറേനു. പിന്നെ അയില വാങ്ങിയിട്ട് അങ്ങ് പോയേ. വീട്ടിലെത്തിയപ്പോൾ നല്ലോണം വിശന്നുകൊണ്ട് ഒരു ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു വെജ് ബിരിയാണി ആക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ ഒരു ദിവസം.
ഇത്ര ഈസി ആയിട്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല സിമ്പിൾ അടിപൊളി ബിരിയാണി ആയിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വിശപ്പൊക്കെ അടക്കിയിട്ട് വേഗം അയില വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇത് ഈ 2 അയിലയാണ് വാങ്ങിയത്. 110 റുപ്യാറ്റായി എല്ലാം കൂടെ ആയിട്ട്. ആ 100 റുപ്യക്ക് തന്നെ 2 അയിലേ കിട്ടുന്നുള്ളൂ. വേറെ മീനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നാളത്തേക്ക് എന്തെങ്കിലും വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 അയില വാങ്ങി. ഇനി എനിക്ക് ഇങ്ങനത്തെ അയില ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു അയില ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എങ്ങനെ അയില മുളകിട്ട് തന്നാലും മീൻ വറുത്ത് തന്നാലും അയിലനോട് എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു മീനോടും എനിക്ക് ഇത്ര ഇഷ്ടം തോന്നിയിട്ടില്ല. അയിലക്ക് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അയില ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. മത്തി ആയാലും അയിലയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മത്തി എനിക്കിഷ്ടം ഈ നല്ല നെയ്മത്തിയില്ലേ നേരത്തെ അവിടെ കണ്ടത്, അത് വേറൊരു ദിവസം വാങ്ങാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അവിടെ എത്തിയപ്പോഴത്തേക്ക് റിലേ പോയി. അയില എന്നാണ് ഉള്ളിലുണ്ടായത്. അവിടെ എത്തുമ്പോഴത്തേക്ക് മത്തി കണ്ടപ്പോഴത്തേക്ക് മത്തി വാങ്ങണോ അയില വാങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷനായി. പിന്നെ അയില തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച്. കുറച്ച് കാണാനൊക്കെ ഉള്ളത് അയിലയാണല്ലോ. പിന്നെ ചില സമയത്ത് ആലോചിച്ചു അയ്യോ നെയ്മത്തി എപ്പോഴും കിട്ടൂലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്നാലും നമുക്ക് നോക്കാം. ചിലപ്പം ഇന്നൊരോട്ടം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെയും മറ്റന്നാളെല്ലാം ഉണ്ടെങ്കിലോ വേറൊരു ദിവസം വാങ്ങേ. അപ്പം അയില ഇതാ നല്ലോണം വൃത്തിയാക്കുവാന്ന്. പിന്നെ കത്രികേനെ കൊണ്ട് തന്നെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ വലിയ അയില ആയതുകൊണ്ട് മുട്ട ഉണ്ടാവുമോ ഡൗട്ടോ. പക്ഷെ എനിക്കില്ല അയിലയിൽ ഉണ്ടാകുന്ന മറ്റേ തരി മുട്ടയാണ് ഇഷ്ടം, മറ്റേ മുട്ട ഇഷ്ടമല്ല. അപ്പം വിചാരിച്ച് നേരെ മുറിച്ചിട്ട് നേരെ വേസ്റ്റ് പാത്രത്തിലേക്ക് കയ്യോടെ ഇടും കേട്ടോ. കാരണം ഇത് ഫ്രിഡ്ജിൽ ഞാൻ വെക്കാറ്. കാരണം നമുക്കിവിടെ വേസ്റ്റ് ആഴ്ചയിൽ 3 ദിവസം എടുക്കാൻ വരാറില്ലേ. അതായത് തിങ്കൾ ബുധൻ വെള്ളി. അപ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തെ വരുന്ന സമയത്ത് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ദിവസം വേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഞാൻ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ മീനിൻ്റെ വേസ്റ്റൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെക്കും. അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ നല്ല സ്മെല്ലല്ലേ, അതുകൊണ്ട് ഉള്ളിലെടുത്ത് വെക്കും. അങ്ങനെ അയില ഫുള്ളായിട്ട് ഇങ്ങനെ ഞാൻ മുറിക്കാറ് കേട്ടോ. തലയോടെ മുറിക്കും. അയിലത്തല കളയാറേ ഇല്ല. അയിലത്തല അളിയനും കൊടുക്കാൻ പാടില്ല, എന്തോ അങ്ങനെ ചൊല്ലില്ലേ. അപ്പം അയിലത്തല കളയാണ്ട് ഇതുപോലെ ജസ്റ്റ് അയിലയിൽ വേസ്റ്റ് അധികം ഒന്നും ഉണ്ടാവില്ല. ആ ഉള്ളിൽ കാണുന്ന ഒരു വേസ്റ്റും പിന്നെ ആ പുറമേ ആ ഒരു ചെറിയൊരു ചെതമ്പലും അയിലേൻ്റെ ആ പല്ലിൻ്റെ അവിടെ വരുന്ന അതൊന്ന് കളയണം, അത്രയേ ഉള്ളൂ. ചിലവർ ചെകിള പോലും കളയാണ്ട് മുളകിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഈ കല്യാണ തലേന്നൊക്കെ കല്യാണ വീട്ടിലെല്ലാം എപ്പോഴും ഉണ്ടാവും ഈ അയില മുളകിട്ട് വെച്ച് ചെകിള പോലും കളയാണ്ട് ഒരു സ്പെഷ്യൽ ഡിഷാണ്. നമ്മൾ കണ്ണൂർ പാപ്പിൻശ്ശേരിയിലെല്ലാം ഉണ്ടാവലുണ്ട്. ബാക്കിയെടുത്ത് എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ കൊതി വരുന്നത് അതുപോലെ മുളകിട്ടിട്ട്. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഈ അമ്മേൻ്റെ മുളകിടെല്ലാം അവരെല്ലാം എത്ര സിമ്പിളായിട്ട് അറിയാം മുളകിടുന്നത്. പക്ഷേ ആ ടേസ്റ്റൊന്നും നമുക്ക് കിട്ടുകയില്ല, എങ്ങനെ പോയാലും കിട്ടൂല, എന്താ അറിയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഇന്നും ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ആക്കാൻ പോകുന്നത്. വലിയ ഇതൊന്നുമില്ല, മുളകിട്ട കറി തന്നെ ഇന്നും വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് എണീച്ചപ്പാട് എന്തെങ്കിലും ആക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ വയറിലുള്ളത്ത് ഇതൊക്കെ കളയണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അയിലയെല്ലാം മുറിച്ച് നല്ലോണം വൃത്തിയാക്കി കഴുകി നല്ല അടിപൊളിയാക്കി വെച്ചേട്ടോ. ഒരു അയില തന്നെ 4 പീസാക്കിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് കറി വെക്കാം. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഒരു കുഞ്ഞു സവാളയും ഉണ്ടായിരുന്നു, അതും നന്നായിട്ട് ചതച്ച്. പിന്നെ ഇത് നമ്മൾ കുടംപുളി ഇട്ടിട്ടാട്ടോ വെക്കുന്നത്. കുടംപുളിയും പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ കഷ്ണങ്ങളാക്കുക അയിലയും. സോ സിമ്പിളാണ്. മുളകിട്ട കറി വെക്കാൻ ഒരു പണിയുമില്ലേ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എൻ്റെ അതിലേക്ക് ഉലുവ പൊട്ടിച്ച്. ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ വേറെ തന്നെ ഒരു ഫ്ലേവറായിട്ട് തോന്നാറുണ്ട്. നല്ല കൊഴുപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് പൊട്ടി വരുമ്പോൾ എന്ത് ചെയ്ത് നമ്മളെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതിടാം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ഇട്ട് പിന്നെ ചെറിയുള്ളിയല്ല നമ്മളെ വെളുത്തുള്ളി കുറച്ച് ഞാൻ അധികം ഇടും. എനിക്കെന്തോ മുളകിട്ട കറിയിൽ വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റാണ് അത്. അതുകൊണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യും. വാട്ടി വരാൻ നിൽക്കുന്നില്ല. ശരിക്കും വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചാലും മതിയായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉലുവ പൊട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാം. പിന്നെ വേണമെങ്കിൽ പേരെന്താ മല്ലിപ്പൊടിയും ഇടാം, നിർബന്ധമൊന്നുമില്ല. ഒരു ചെറിയൊരു കുഴപ്പത്തിന് മാത്രം മല്ലിപ്പൊടി ഇടുന്നത്. ഞാനിത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളകാട്ടോ, പൊടിച്ചിട്ട് അവിടെ നിന്ന് മില്ലിൽ നിന്ന് നമുക്ക് പൊടിച്ചിട്ട് കിട്ടുമല്ലോ, അങ്ങനെ പൊടിച്ചെടുത്തു നിന്ന് വാങ്ങിയ മുളകാണ്. പക്ഷേ തീരെ എരിവില്ല. ഞാൻ 2 മുളകും കൂടെ, എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും കൂടെ മിക്സ് ചെയ്തിട്ട് തരാനാണ് അവരോട് പറഞ്ഞത്. പക്ഷെ അവർക്ക് മാറിപ്പോയോ അല്ലെങ്കിൽ എന്താ അറിയില്ല, തീരെ എരിവുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ചധികം മുളക് പൊടി ഇടുന്നത്. കളറ് മാത്രമേ ഉള്ളൂ ഈ മുളകിന്, നമ്മളെ പിരിയം മുളകാണ്, തീരെ എരിവില്ലാത്ത മുളകാണ്. കുറച്ചധികം ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒന്ന് ജസ്റ്റ് ചൂടാക്കി ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചൂടാക്കിയിട്ട്
ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കുക. അത്യാവശ്യം വെള്ളം തന്നെ ആവശ്യമുണ്ടായിരുന്നു, കാരണം നാളെ പുട്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് നല്ല ചാറ് വേണമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കാൻ വെച്ച്, പിന്നെ ഒരു 2-3 കഷ്ണം കുടംപുളി ഇട്ടിന് കേട്ടോ. ഈ ലാസ്റ്റ് പുളിയായതുകൊണ്ട് വലിയ പുളി ഇല്ലാത്തൊരു കുടംപുളിയാണേ, ഒരു കുഞ്ഞു കുഞ്ഞു കഷ്ണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവും ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലോണം തിളക്കാൻ വെച്ച് മൂടി വെച്ചിട്ട് നമുക്ക് അവിടെ തിളപ്പിക്കുക. കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ചട്ടി ചൂടായി തിളച്ച് വരട്ടെ ഒരു സമയം എടുക്കുക. അങ്ങനെ ആ സമയം കൊണ്ട് വേഗം പോയി കുളിച്ചിട്ട് വന്നേട്ടാ. മീൻ മുറിക്കാനുള്ളതുകൊണ്ടാണ് വന്നപ്പാട് കുളിക്കാണ്ടിരുന്നത്. അതുകൊണ്ട് മീൻ മുറിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഇതാ വേഗം കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ മീൻ വെട്ടിത്തിളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെട്ടിത്തിളക്കുന്ന വെച്ചാൽ നല്ലോണം തിളക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് മീൻ മാത്രം ഇട്ടാൽ മതി, വേറെ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് മീനിടുക. അയിലത്തലയും നമ്മളെ വാലും കഷ്ണം എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം തിളച്ച് വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മീൻകറി ആവാൻ വേണ്ടിയിട്ട് അവിടെ അടച്ച് വെച്ചേട്ടാ. ഇനി മീൻകറിയെല്ലാം ആയി കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ അഗിയനോട് പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വന്നാലും ഒരു റൈഡിനെന്ന്. അങ്ങനെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്തു, റൈഡിനായിട്ട് വെറുതെ ഇങ്ങനെ പുറത്ത് പോയി. കറങ്ങാൻ നല്ല ഇഷ്ടമാണ്. ബൈക്കിൽ കറങ്ങുമ്പോൾ രാത്രി ഇങ്ങനെ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് പോകുമ്പോൾ നല്ല രസമായിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.